ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഇഡ്ഡലിയിലേക്കും അതുപോലെ തന്നെ ദോശയിലേക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ടൊമാറ്റോ ചട്നി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു വലിയ സവാളയുടെ പകുതി ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒനിയനും അതുപോലെ തന്നെ ഒരു ഗാർലിക്കൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 or 3 ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു വലിയ ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോ ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് കുക്കായി വരുന്ന വിധത്തിൽ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള എല്ലാ മിക്സും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് അല്പം പൊട്ടുകടല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇതും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചട്നി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കണം എന്നൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടുകടല ചേർത്താണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് തിക്കായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലിയിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാ റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.